തൃശൂർ കോർപ്പറേഷന്റെ പടിയിറങ്ങി മേയർ എം.കെ. വർഗീസ്. പൊതുപ്രവർത്തനം തുടരും. മറ്റു വിഷയങ്ങൾ സമയമാകുമ്പോൾ തീരുമാനിക്കുമെന്നും എം.കെ. വർഗീസ്. 5 വർഷക്കാലം ചിലവഴിച്ച ചേംബറിൽ സഹപ്രവർത്തകർക്കൊപ്പം അല്പം കുശലം പറച്ചിൽ. അവസാനമായി ഒരിക്കൽ കൂടി മേയറുടെ കസേരയിലിരുന്നു. പിന്നീട് എഴുന്നേറ്റ് ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ നമസ്കരിച്ച് ചേംബറിന്റെ പടികളിറങ്ങി. നേരെ എത്തിയത് ഏറെ സംഭവവികാസങ്ങൾക്ക് വേദിയാകുമ്പോഴും സഭാ അധ്യക്ഷനായി ഏറിയ പങ്കും ചിലവഴിച്ച കൗൺസിൽ ഹാളിൽ. സഹപ്രവർത്തകർക്കും ജീവനക്കാർക്കും മാധ്യമങ്ങൾക്കും നന്ദി അറിയിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ. നല്ലത് കണ്ടാൽ അവരെ പ്രകീർത്തിക്കും, തെറ്റ് കണ്ടാൽ വിമർശിക്കും. ചെയ്തതെല്ലാം തൃശ്ശൂരിന് വേണ്ടിയാണ്. ഞാനിവിടെ നിന്ന് പോയാലും പൊതുനിരന്തരത്തിൽ തന്നെ പ്രവർത്തിക്കും. ഒപ്പം തന്നെ നല്ലത് കണ്ടാൽ അവരെ പ്രകീർത്തിക്കുകയും തെറ്റ് കണ്ടാൽ ഒരു വിട്ടുവീഴ്ച കൂടാതെ തന്നെ ഞാൻ അതിന് എതിരെ നിന്ന് പ്രവർത്തിക്കും എന്നും കൂടി അവസരത്തിൽ ഓർമ്മിപ്പിക്കുക. ഇന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായി നൂതനമായ കുറേ പദ്ധതികൾ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തൃശ്ശൂർ പൗരാവലിക്ക് വേണ്ടിയാണ്, തൃശ്ശൂരിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അത് തുടർ പ്രവർത്തനങ്ങൾ ഇനിയുള്ളവർ വന്ന് ചെയ്യട്ടെ എന്നും കൂടി അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നോട് സഹകരിച്ച, എന്നെ സ്നേഹിച്ച, എന്നെ മുന്നോട്ട് നയിച്ച എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കോർപ്പറേഷൻ ഭരണം LDFന് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വികസനത്തിന്റെ കാര്യത്തിലല്ല എന്ന് തറപ്പിച്ച മേയർ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാകാമെന്നും പറഞ്ഞു വെച്ചു. വികസനത്തിന്റെ കാര്യത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനകത്ത് ഒരിക്കലും ഭരണം നഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ചില സുനാമികൾ വന്നാൽ ചിലത് നിലനിൽക്കും, ബാക്കിയുള്ളവർക്ക് വാഷ് ഔട്ട് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഇടതുപക്ഷമാണ് 2 വർഷം നിന്നത്. അപ്പോൾ ഒരു 3ാമത്തെ വർഷം കേരളത്തിലെ ജനങ്ങൾ അത് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനം പലതരത്തിലല്ലേ, അവർക്ക് ചിന്തിക്കാം. ചിലവർക്ക് ചിന്തിച്ചു ശബരിമലയിലുള്ളത് സത്യമോ നീതിയോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഒന്നും അത്ര വലിയ കാര്യമാക്കി വന്നില്ല. ഭരണവിരുദ്ധ വികാരം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇതുപോലെ സുനാമി വന്നത്. ഭാവി എന്തെന്നതിന് മുൻ നിലപാട് ആവർത്തിച്ച് മറുപടി. നമ്മൾ ഇത് കഴിയട്ടെ, നമുക്ക് അടുത്ത് വീണ്ടും കാണാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് അവസാനിക്കുന്നില്ല, നമ്മൾ ഇനിയും മുന്നോട്ട്. ഓക്കെ. ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമുള്ള പ്രശംസാപത്രങ്ങൾ സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും കൈമാറി. കൗൺസിൽ ഹാളിൽ വിട്ട് പുറത്തേക്ക്. താൻ തന്നെ സ്ഥാപിച്ച കോർപ്പറേഷൻ അങ്കണത്തിലെ ഗാന്ധി പ്രതിമയിൽ ത്രിവർണ്ണമാല അണിയിച്ച ശേഷം ഒപ്പം നിന്നവർക്കെല്ലാം നന്ദി പറഞ്ഞ് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഓട്ടോറിക്ഷയിലായിരുന്നു വസതിയിലേക്കുള്ള മടക്കം. സംഭവബഹുലമായ 5 വർഷത്തെ ഭരണകാലയളവിന് വിരാമമിട്ടാണ് മേയർ എം.കെ. വർഗീസ് കോർപ്പറേഷനിൽ നിന്നും പടിയിറങ്ങുന്നത്. ഇനിയും പൊതുരംഗത്ത് സജീവമായി തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കോർപ്പറേഷനിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.